മലപ്പുറം UKC വരികയാണ്. പിന്നെ ഞാനിവിടെ മഹാരാജ കോംപ്ലക്സിൽ ഇവിടെ വന്നിട്ട് ഒരു മാസത്തോളാവാറായി. ഞാൻ വന്ന സമയത്ത് തൊട്ട് തന്നെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് അന്ന് തൊട്ട് ഞാനൊരു ഊരവേദനയും ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള ആളൊക്കെയാണ്. പിന്നെ കാലിൽ മുട്ടിനെല്ല് തേയ്മാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ രാവിലെ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പെയിനുകളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ വരുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം. രാവിലെ കാക്കഞ്ചേരിയിൽ നിന്ന് വരുന്ന ഇത്രയും ദൂരം 3-4 കിലോമീറ്റർ താണ്ടി വരുന്നത് ഇവിടെ വരുമ്പോൾ എല്ലാവരും കാണുന്നു. അവിടെ നല്ല ലേഡീസായാലും നല്ലോണം ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ നമുക്ക് ഇവിടെ നല്ലോണം 70-80 പെണ്ണുങ്ങളുണ്ട്. ഓരോ ദിവസം കഴിയുന്ന വെച്ചാൽ അവർക്ക് വരാൻ പറ്റാത്ത സമയത്ത് വരുന്നില്ല. വന്നിട്ട് എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഷുഗറിന് ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അറ്റാക്കൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കുറേ മെഡിസിനൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, എല്ലാവരോടും ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ പറയലുണ്ട്. കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. Max7 ഒരുപാട്, കാരണം ഇതിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വൈഡായിട്ട് പോയിക്കൊണ്ട് നിൽക്കണം എന്ന് ഞാൻ പറയുന്നത്. ഒരുപാട് അസുഖമുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ, നമുക്ക് ലാസ്റ്റ് തവണ ചെയ്യുന്ന ഈ ടോയ് ജമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കൈ ഇങ്ങനെ തുറന്ന് അടയ്ക്കുന്നത് തന്നെ നമുക്ക് തന്നെ വല്ലാത്തൊരു ഉന്മേഷം വരുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ നന്നാക്കി കൂടുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇതായി കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസമല്ലേ അത് ചെയ്യുന്നതിൽ. Max7 വന്നിട്ട് ഒരു പ്രായ വ്യത്യാസമില്ല. ഒരുപാട് പ്രായമുള്ള ആളുകൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യം തന്നെ. അവരതിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, സാറിന് ഒന്ന് നേരിട്ട് കാണാനുള്ളൊരു സംവിധാനം ഈ മഹാരാജ കോംപ്ലക്സിലെടുത്ത് നമ്മളെ ലീഡേഴ്സ് ഒന്ന് ഒരുക്കി തരണം. അതും കൂടി പറയാനുണ്ട്. കാരണം നമുക്കൊന്ന് കണ്ടിട്ട് സാറിനോടൊന്ന് സംസാരിക്കാനുള്ളൊരു, കാരണം ഇതിൽ അതീതമായിട്ട് ചെയ്യും. നമ്മൾ പോരെയും കണ്ടതിലും വളരെ സന്തോഷം. പരിചയം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആളുകളായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. ഞാൻ കോഴിപ്പുറം അവിടെ ഉള്ള ഒരാളാണ്. ഇപ്പം ഞാൻ രാമനാട്ടിൽ പൊതുവേ ഞാനൊരു ബിസിനസ്സുകാരെ എല്ലാവരും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഒരുപാട് മുഖങ്ങൾ എന്നെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ രാമനാട്ടിൽ ആയാലും എല്ലാവരും തിരിച്ചറിയും ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളൊരു വ്യക്തിൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ. ചിലപ്പോൾ ചില പെണ്ണുങ്ങളൊന്നും ഒരു മനുഷ്യനോട് മിണ്ട പോലില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും എവിടെ വെച്ച് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദം പങ്കുവെക്കാനും നല്ല സൗഹൃദം പുതുക്കാനും എവിടെ വെച്ച് കണ്ടാലും. ഇന്നിപ്പം ഒരാൾ മരിച്ച കാര്യം പറഞ്ഞു, ഞങ്ങൾ എവിടെയോ നിൽക്കുന്ന, പക്ഷെ എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. കാരണം അതൊക്കെ നമ്മൾ അറിയുന്ന ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്നിട്ടല്ലേ. അതാണ് ഞാൻ കൊടുക്കും. പത്രത്തിൽ കൂടി ചാനലിൽ കൂടിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ല, ഇപ്പോൾ ഇവിടെ വന്നിരുമ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടപ്രാർത്ഥന പങ്കെടുത്ത് അത് അങ്ങനെ ഒരു കൂട്ടപ്രാർത്ഥന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലൊക്കെ അതേപോലെ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഈ Max7 കൂടെ വന്നിട്ട് അറിയുന്നുണ്ട്, ആവുന്നുണ്ട്. പല ആളുകളെയും ബന്ധപ്പെട്ട് ഓരോരുത്തർ അസുഖങ്ങളെ പറ്റിയിട്ടും. എൻ്റെ അസുഖം 8 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് ശരിക്കും ഒരു പണിയൊന്നും എടുക്കാത്ത ഒരാളായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഒരു സർജറി കഴിഞ്ഞ് തലയിളക്കിയെന്ന് ഞാൻ ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുത്ത്. പക്ഷേ ആ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് കളിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ സർജറി സംബന്ധമായ കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം മുട്ടൊക്കെ നനക്കുന്നുണ്ട്. എല്ലാം കംപ്ലൈൻ്റ് ഉള്ള ഒരാളെ ഇപ്പം കുറേ മാറ്റങ്ങളുണ്ട്. എനിക്ക് എൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഉണ്ട്. ഓക്കെ.